ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറി ഒരു സദ്യ സ്പെഷ്യൽ റെസിപ്പിയാണ്. നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്നതല്ല, പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. എല്ലായിടത്തും ഉണ്ടോ ഈ രീതിയിൽ തന്നെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ചെറുപയർ ഉപയോഗിച്ച് നമ്മുടെ സദ്യ പരിപ്പ് ഒഴിച്ച് കറിയാണിത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മുടെ കട്ടിപ്പരിപ്പിൻ്റെ ടേസ്റ്റ് അല്ല, കുറച്ച് വ്യത്യസ്തമായ ടേസ്റ്റാണ്. നമ്മൾ കട്ടിപ്പരിപ്പിൽ തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ട് കുറച്ച് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമ്മൾ കറി ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ കട്ടിപ്പരിപ്പ് ഉണ്ടാക്കുമ്പോൾ തേങ്ങാപ്പാൽ തന്നെ ചേർക്കണം. തേങ്ങ അരച്ചല്ല ചേർക്കാറുള്ളത്. ചില സ്ഥലങ്ങളിൽ തേങ്ങ അരച്ച് ചേർക്കാറുണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ ഇവിടെയൊക്കെ തേങ്ങാപ്പാലിലാണ് കട്ടിപ്പരിപ്പ് ഉണ്ടാക്കുന്നത്. ഇത് അതുപോലെ ഒന്നുമില്ല, ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു പരിപ്പ് കറിയാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സദ്യ പരിപ്പ് കറി ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 1/2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 കപ്പ് തേങ്ങ ചിരവിയതെടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളുത്തുള്ളി, ഉള്ളി ഇതൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചെറുപയറൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ. ഡ്രൈ റോസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം തന്നെ കറി ഉണ്ടാക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു പാനിലേക്ക് ഇട്ടിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ആദ്യം റോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ പയർ റോസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ പയറിൻ്റെ കളറൊന്ന് ലൈറ്റായിട്ട് ചേഞ്ചായി വരണം. ഒരുപാട് അങ്ങോട്ട് കളർ മാറിപ്പോകണ്ട, ലൈറ്റായിട്ട് ചേഞ്ച് ആയാൽ മതി. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ കുക്കായി കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. അപ്പോൾ ഞാനിതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കട്ടെ. മീഡിയം ഫ്ലെയിം ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. കഴുകിയ പയറും ആയിരിക്കരുത്. നമ്മൾ ഡയറക്റ്റ് പയർ ആഡ് ചെയ്തിട്ട് വേണം ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുക്കാൻ. കഴുകലൊക്കെ പിന്നീട് കഴുകാം. അപ്പോൾ പയറൊന്ന് കുക്കായി വരട്ടെ. എപ്പോഴും കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. പയറിൻ്റെ കളറ് മാറാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിത് റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പയർ കണ്ടോ, നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ടുണ്ട്. നന്നായിട്ടൊരു തിളക്കവും വന്നിട്ടുണ്ട്. ഒരു എന്താ പറയുക, നമ്മൾ എണ്ണ ഒഴിച്ച് വറുത്തതുപോലെ ഇരിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. പയറിലുള്ള എണ്ണ പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം. ഇതൊന്ന് ചൂട് മാറണം. ലൈറ്റായിട്ട് ചൂട് മാറിയിട്ട് വേണം നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാൻ. ക്രഷ് ചെയ്യാതെയും ഈ ഒരു പയർ കറി ഉണ്ടാക്കാം. പക്ഷേ ക്രഷ് ചെയ്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. നമുക്ക് ഇത്രയും തൊലി വേണ്ട. ചെറുപയറിൻ്റെ തൊലി മുഴുവൻ നമുക്ക് ഈ കറിയിൽ വേണ്ട. അതുകൊണ്ടാണ് നമ്മളൊന്ന് ക്രഷ് ചെയ്തിട്ട് തൊലി കളഞ്ഞിട്ട് പിന്നെ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ മതിയെന്നുണ്ടെങ്കിൽ പയർ ഒന്ന് ചൂട് മാറി വരുമ്പോൾ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ 2-3 വിസിൽ, വറുത്ത പയറായതുകൊണ്ട് തന്നെ വേഗം കുക്കായി കിട്ടും. 2-3 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഞാനിപ്പോൾ ഇതൊന്ന് ചൂടൊന്ന് കുറഞ്ഞു വരുമ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് വിപ്പ് ചെയ്യും. ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കും. അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ടായി കിട്ടും. പയറൊക്കെ കുറച്ച് തൊലി വിട്ട് വരും. ആ തൊലി മാറ്റി കഴുകി എടുത്തിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ 2 രീതിയിൽ ഏത് രീതി വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഏത് രീതിയിലും നമുക്ക് കറി ഉണ്ടാക്കാം. അപ്പോൾ ഇതൊന്ന് ചൂട് മാറി വരട്ടെ. അപ്പോൾ നമ്മൾ നമ്മുടെ ചെറുപയർ ഇതാ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരുവിധം ചൂട് മാറിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നന്നായിട്ട് ചൂട് മാറിയിട്ട് മതിയെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ചൂട് മാറിയിട്ട് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഒറ്റ പ്രാവശ്യം ഒന്ന് പൾസ് ചെയ്യുന്നേ ഉള്ളൂ. ഒരുപാട് നേരം മിക്സി ഓൺ ചെയ്യരുത്. ഇതാ ഇതുപോലെ നമ്മളൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ചെറുപയറൊന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഞാനത് കാണാനായിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് ചെറുപയർ പൊട്ടി വേറെ ആയിട്ട് നല്ല വൈറ്റ് കളറായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് ചെറുപയർ അങ്ങനെ തന്നെയുണ്ട്. ഇങ്ങനെയാണ് ഞാൻ കഴിച്ചിട്ടുള്ള കറിയിൽ ഉണ്ടായ കളർ ഇട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്ത് കാണിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് 2-3 പ്രാവശ്യം വാഷ് ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ വയ്ക്കാം. നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ 2-3 പ്രാവശ്യം. എങ്കിലേ പയറിലുള്ള പൊടിയൊക്കെ പോവുള്ളൂ, നമ്മുടെ പയറിൻ്റെ തൊലിയും പോവുള്ളൂ. അപ്പോൾ നമ്മൾ പയർ വേവിക്കാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. ഞാൻ പയർ വെള്ളത്തിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടാണ് കേട്ടോ ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പയറിൻ്റെ തൊലി മാറിക്കിട്ടാനാണ് നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ചേർക്കുന്നത്. കുറച്ച് വെള്ളത്തിൽ നിന്ന് ഇതുപോലെ എടുത്ത് ചേർക്കുക. സാധാരണ ഞാൻ പയർ കഴുകിയിട്ട് അത് ഡയറക്റ്റാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുകയാണ് ചെയ്യുക വെള്ളത്തോടു കൂടി. ഇതിപ്പോൾ പയറിൻ്റെ തൊലി മാറിക്കിട്ടാനാണ് നമ്മൾ ഇതുപോലെ ചേർക്കുന്നത്. ഇപ്പോൾ കണ്ടോ, പയറിൻ്റെ തൊലിയൊക്കെ വെള്ളത്തിൻ്റെ അടിഭാഗത്ത് കുറച്ചൊക്കെ വരുന്നുണ്ട്. ഇത്രയും മതി. നമുക്കിനി ഇതിലേക്ക് വെള്ളവും ഉപ്പും ചേർത്ത് 3 വിസിൽ വരുന്നത് വരെയാണ് ഞാൻ വേവിക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ പയർ അത്യാവശ്യം നന്നായിട്ട് വേവണം. അപ്പോഴേ നമ്മുടെ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.
അപ്പോൾ 3 വിസിൽ വരുന്നത് വരെ വേവിച്ചാലാണ് ഈ പയർ കറക്റ്റായിട്ട് നന്നായിട്ട് കുക്കായി കിട്ടുക. അപ്പോൾ പയറിൻ്റെ മുകളിൽ നിൽക്കുന്ന അളവിൽ കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കുക. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിലേക്ക് പച്ചവെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതിൽ പയറിൽ തന്നെ കൂടുതൽ വെള്ളം ചേർത്ത് വേവിക്കുക എന്ന് പറയുന്നത്. പയറിൻ്റെ മുകളിൽ കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർക്കുക, ഉപ്പ് ചേർക്കുക. ഇത് രണ്ടും ചേർത്തിട്ട് 3 വിസിൽ വരുന്നത് വരെ ഞാൻ വേവിക്കട്ടെ. അപ്പോൾ നമ്മുടെ പയർ കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളക് എടുത്തിട്ടുണ്ടായല്ലോ, അത് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കുന്നുണ്ട്. നമ്മുടെ തേങ്ങയും ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് വെള്ളം. നമ്മൾ ഒരു എരിശ്ശേരിയുടെ പാകത്തിനേക്കാൾ കുറച്ചുകൂടി നന്നായിട്ട് അരച്ചെടുക്കുക. ഫൈനായിട്ട് അരയണ്ട, എരിശ്ശേരിയുടെ പാകത്തിനേക്കാൾ ഒന്നുകൂടി അരയണം. അപ്പോൾ അരയ്ക്കുന്ന പാകം ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ ഇതുപോലെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരഞ്ഞിട്ടില്ല, എങ്കിലും ഒരുവിധം അരഞ്ഞിട്ടുമുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കുക. ജസ്റ്റ് കറിവേപ്പില ഒന്ന് മുറിഞ്ഞ് കിട്ടണം, അത്രയേ ഉള്ളൂ. ഇത്രയും കറിവേപ്പില എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് പൾസ് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയും ചേർത്ത് നമ്മളൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. കറിവേപ്പില മുറിഞ്ഞ് ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പയർ വെന്ത് കഴിഞ്ഞ് മീൻസ് കുക്കറിൻ്റെ പ്രഷർ പോയി കഴിഞ്ഞിട്ട് നമുക്കിത് പയറിലേക്ക് ചേർക്കാം. അപ്പോൾ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്, പയറൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരപ്പ് ചേർക്കാം. കണ്ടോ, ഇത് കണ്ടോ, പയർ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൽ അത്യാവശ്യം കുറച്ച് വെള്ളമുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ അരപ്പ് തിളയ്ക്കുന്നതിന് മുന്നേ ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ഒട്ടും തിളയ്ക്കരുത്, തിളയ്ക്കുന്നതിന് മുന്നേ ഓഫ് ചെയ്യണം. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ സാധാരണ ചോറിൽ ഒഴിച്ച് കഴിക്കുന്ന നെയ്യും പരിപ്പും ചേർത്ത് കഴിക്കുന്ന ആ ഒരു കറിയാണ്. പക്ഷേ ഞാൻ കഴിച്ചിട്ടുള്ളത് കുറച്ച് ഇതുപോലെ ലൂസായിട്ടുള്ള കറിയായിട്ടാണ്. നിങ്ങൾക്ക് തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം വേണ്ട. അപ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളത്തോടു കൂടി ഇരിക്കുന്നതാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ തന്നെ ഉണ്ടാക്കുന്നത്. പയറിൽ കൂടുതൽ വെള്ളം വെക്കണം എന്ന് പറഞ്ഞത്. ഇനി നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. സാധാരണ നമ്മുടെ ഇവിടെയൊക്കെ നെയ്യും പരിപ്പും ചേർത്തിട്ടുള്ള കട്ടിപ്പരിപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങും പരിപ്പും ചെറുപയർ പരിപ്പും ചേർത്തിട്ട് വേവിച്ചിട്ടാണ്. ഇത് പക്ഷേ വേറൊരു ജില്ലയിൽ നിന്നാണ് കഴിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ രീതിയിൽ കാണിച്ചു തരുന്നത്. അവിടെ എല്ലായിടത്തും ഈ രീതിയിൽ തന്നെയാണോ എന്നറിയില്ല. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് കഴിച്ച കറിയാണിത്. അപ്പോൾ അവിടെ എല്ലാ സ്ഥലത്തും ഇതുപോലെയാണോ എന്നറിയില്ല. ഞാൻ കഴിച്ച ഫംഗ്ഷൻ ഇതുപോലെയായിരുന്നു. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. നന്നായിട്ട് തിളയ്ക്കുന്നതിന് മുന്നേ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. ആ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ നമ്മുടെ പയറിലേക്കൊക്കെ ഒന്ന് പിടിച്ച് ഒന്ന് വരണം. പക്ഷേ തേങ്ങയുടെ റോ ടേസ്റ്റ് മാറണം. പിന്നെ നമ്മളിതിലേക്ക് വേറെ ഒന്നും ചേർത്തിട്ടില്ലല്ലോ, മഞ്ഞൾപ്പൊടിയല്ലേ ഉള്ളൂ. മഞ്ഞൾപ്പൊടിയുടെ റോ ടേസ്റ്റ് മാറി വന്നോളൂ നമ്മളിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒരു പരിപ്പ് കറി റെഡിയാക്കിയിട്ടില്ലെങ്കിൽ, ചെറുപയർ ഉപയോഗിച്ച് നെയ്യും പരിപ്പും ചേർത്ത് ഉണ്ടാക്കുന്ന ഈ ഒരു കറി കഴിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ഒരു വ്യത്യസ്തതയല്ലേ, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന കട്ടിപ്പരിപ്പിനേക്കാൾ വ്യത്യസ്തമായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആ ഒരു ചെറിയ എരിവേ ഉണ്ടാവുള്ളൂ, നമ്മൾ പച്ചമുളക് അരച്ച് ചേർത്തതിൻ്റെ ചെറിയൊരു എരിവേ ഉണ്ടാവുള്ളൂ. ഒരുപാട് എരിവൊന്നും ഉണ്ടാവില്ല ഈ ഒരു കറിക്ക്. നമുക്കിത് ചോറിൻ്റെ കൂടെ മാത്രമല്ല നമ്മുടെ പുട്ടിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുതേ. അപ്പോൾ ഇതിപ്പോൾ കറി ഒരുവിധം ചൂടായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. എന്താണെന്ന് വെച്ചാൽ കറി ഇനി തിളച്ച് പോവും. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ആദ്യം ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ട് പിന്നെ 1 ടീസ്പൂൺ നെയ്യ് നമ്മൾ ചൂടാക്കിയിട്ടൊന്നല്ല ചേർക്കുന്നത്, ഇതുപോലെ അങ്ങ് ചേർത്തിട്ട് അടച്ചു വയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നെയ്യുടെ ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിലേക്ക് പിടിച്ചു വന്നോളും. ഇനി നിങ്ങൾ ഊണ് കഴിക്കുമ്പോഴാണ് നെയ്യ് ചോറിലേക്ക് ചേർക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നെയ്യ് ചേർക്കണം എന്നില്ല കേട്ടോ. ഞാനിപ്പോൾ ചൂടോടുകൂടി ഇതിലേക്ക് നെയ്യ് ചേർത്തത് എന്താണെന്ന് വെച്ചാൽ ആ ടേസ്റ്റ് കൂടുതലായിട്ട് നമ്മുടെ പരിപ്പ് കറിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപ്പ് കറി. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. നമ്മുടെ ഇവിടെയൊക്കെ തയ്യാറാക്കുന്നതിനേക്കാൾ തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് റെഡിയാക്കി എടുക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു പരിപ്പ് കറി റെഡിയാക്കി എടുക്കാം. കണ്ടോ, ഈ ഒരു പാകത്തിൽ കറി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും
നിങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇനി ഇതിപ്പോൾ നമ്മൾ ഒന്ന് ചെറുതായിട്ട് അടച്ചു വയ്ക്കുക. ചെറുതായിട്ട് ആവി പോകുന്ന രീതിയിൽ അടച്ചു വയ്ക്കുക. ഒരു ഇളം ചൂടോടുകൂടി നമുക്ക് ഉപയോഗിക്കാം. ഇത്രയേ ഉള്ളൂ, കറിയുടെ പരിപാടി കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്തൊരു റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.